പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. കടന്നു വരുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നലെ നമ്മുടെ മാസയോഗം ഏറ്റവും അനുഗ്രഹകരമായി നടപ്പാൻ ഇടയായി തീർന്നു. വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്തപ്പെടുവാൻ ഇടയായി തീർന്നു. നമ്മുടെ സഭയിൽ നിന്ന് പലർക്കും കടന്നു പോകുവാനും ശുശ്രൂഷകളിൽ സഹകരിപ്പാനും അവരുടെ ആ ഫുഡിൻ്റെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിപ്പാനും ഒക്കെ ഇടയായി. എല്ലാവരോടും നന്ദി പറയുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വിനിലെ കുടുംബമായി നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോടൊപ്പമായിരിക്കുന്ന അനുഗ്രഹമാണ്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. 46-ാം സങ്കീർത്തനമാണ് നാം വായിച്ചത്. സ്തോത്രം. കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ കോരഹ് ദൈവത്തോട് മത്സരിച്ചവനാണ്. ദൈവിക വേലയെ മത്സരിച്ചവനാണ്. സ്തോത്രം. കോരഹ്, ദാതാൻ, അബീരാം എന്നിവർ സ്തോത്രം ദൈവസന്നിധിയിൽ ഭൂമി വായ് പിളർന്ന് സ്തോത്രം ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയവരാണ്. സ്തോത്രം. എന്നാൽ അവരുടെ മക്കൾക്ക് കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. അവരെ എഴുതിയിരിക്കുന്ന ചില വേദഭാഗമാണ് നാം വായിച്ചത്. ഒന്ന് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കുക. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് ചില കാര്യം പറയാനുണ്ട്. സ്തോത്രം. ദൈവം സങ്കേതമാണെങ്കിൽ ഹല്ലേലൂയ. നമുക്ക് മനുഷ്യരാരും അല്ല പ്രിയമുള്ളവരെ സങ്കേതം. ഹല്ലേലൂയ. മനുഷ്യരാരും അല്ല സങ്കേതം. ദൈവം ആ സങ്കേതം. ഹല്ലേലൂയ. ദൈവം ആ സങ്കേതം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് കരണ്ട് പിടിച്ചെന്ന് വെച്ചു. എത്ര അടുത്തറിയാവുന്ന ആളാണെങ്കിലും അറിയാതെ കാണും ചാടി പിടിച്ചതേ ഉള്ളൂ. അറിയാവുന്നവർ ചാടി പിടിക്കത്തില്ല. അതിൽ നിന്ന് പിടിവിക്കുന്നവനാരാ? ഞാൻ കരണ്ടെ പിടിച്ചിട്ടുള്ളവനാണ്. എന്ന് വെച്ചാൽ ദൈവം സഹായം. ആരും കാണാതെ നമ്മളവിടെ പെട്ടുപോകേണ്ടതാണ്. ദൈവം സഹായമാണ്. ചില കാഴ്ച ബംഗ്ലാവ് കാണാൻ പോകുന്ന ആളുകൾ അവരുടെ കുഞ്ഞുങ്ങൾ ഈ ഹിംസ്രജീവികളുടെ കൂട്ടിലേക്ക് വീണ് പോകുന്നതിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാതാപിതാക്കൾ ചാടത്തില്ല. ചാടിയാൽ അവരും പോക്കാം. സ്തോത്രം. നമ്മൾക്ക് എല്ലാം നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മൾ നോക്കിയേ നിൽക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സങ്കേതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കഴിവോ നമ്മുടെ മസിൽ പവറോ നമ്മുടെ കാര്യങ്ങളോ അല്ല ദൈവം ആശ്രയിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് പുരുഷന്റെ ഊരുക്കളിൽ അവന് പ്രസാദമില്ലെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം എന്ത് കാര്യങ്ങൾ വന്നാലും. സ്തോത്രം. നമ്മൾ ഈ ചില പാട്ട് പാടുന്നതൊക്കെ പോഷ്കാട്ടോ, പറയാൻ പറ്റുകയല്ല. എന്നുവെച്ചാൽ തെറ്റാ പാടുന്നത്. നമ്മൾ പാടും പതറുകയില്ല, ഞാൻ പതറുകയില്ല. ഒരു പ്രയാസം വരട്ടെ, പതറിപ്പോയിട്ട് എവിടെ നിൽക്കും? പതറുകയില്ല എന്നൊക്കെ നമ്മൾ പാടും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലോ? നമുക്കിപ്പോൾ ഇവിടെ ഈ നാട്ടിലിപ്പോൾ പനിയും ചുമയുടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ചുമയുടെ വലിയ പ്രയാസമായിട്ടിരിക്കുക. പട്ടമാട്ടിൽ എത്താനൊന്നും വരാത്തത് ഇതുവരെ അവർ പൂർണ്ണമായിട്ട് ഇതായില്ല. അവർ ശരീരത്തിൽ വീക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ സഹായിക്കേണ്ടവനാരാ? കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഏതൊരു കാര്യത്തിലാണെങ്കിലും കർത്താവിൽ ആശ്രയിക്കണം. ദൈവം നമ്മുടെ സങ്കേതമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വന്നാൽ സ്തോത്രം ദൈവം നമ്മെ നടത്തുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണം.
ദൈവം തള്ളിക്കളയുകയെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഒരു കാര്യങ്ങൾ, നമുക്ക് പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ളവരാണ്. നമ്മുടെ ഒരു കാര്യം നടക്കാനുള്ള നമ്മൾ, സ്തോത്രം, ശ്രദ്ധിക്കണം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ആ കാര്യങ്ങൾ നടത്തിത്തരും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ആ കാര്യങ്ങൾ നടത്തിത്തരും. ഇന്നലെ വൈകിട്ട് ഇവിടെ പ്രസംഗിച്ച സാം ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ കാര്യവും ഭംഗിയായി നടന്നോ? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഭാരമുണ്ടായിരുന്നു, എന്നാലും ഒരു സഹോദരി 10,000 രൂപ കൊടുത്തു. അത് ഒരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്ന സഹോദരിയാണ്, മാസയോഗത്തിന് വേണ്ടി 10,000 രൂപ കൊടുത്തു. വേറൊരു സഹോദരൻ വലിയ മാർഗമൊന്നുമില്ല, സ്വന്തം വീടില്ല, 5,000 രൂപ കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇനിയും വല്ലതും ആവശ്യം വന്നാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മുടെ സെൻറ്ററിൽ നിന്ന് ചെയ്യാവുന്ന കാര്യം ചെയ്തു. ഞാൻ പറഞ്ഞത്, സ്തോത്രം, എങ്ങനെ നടത്തുമെന്ന് ഓർത്തവർ ഭാരപ്പെട്ടെങ്കിലും ദൈവം ചിലരുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുക? ഇടപെടുക. നിങ്ങളിത് കേൾക്കുമ്പോൾ ചിന്തിക്കണം, സ്തോത്രം, ഈ സഭയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. സ്തോത്രം. സഭയുടെ കാര്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. ചില ആളുകളുടെ മനസ്സിൽ പ്രേരണ തോന്നും, ദൈവം പ്രേരണ കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്. സ്തോത്രം. അല്ലാതെ എല്ലാം പൊട്ടി വീഴുന്നതല്ല. സ്തോത്രം. അപ്പൊ നമ്മൾ ആ ദൈവത്തിലൊക്കെ ആശ്രയിച്ചാൽ എല്ലാ കാര്യവും നടക്കും. ഹല്ലേലൂയ. നമ്മുടെ സെൻട്രൽ കൺവെൻഷന് നടത്താൻ ആഗ്രഹിക്കുക. സ്തോത്രം. നല്ല ചെലവ് വരും. ഒരു 3-3.5 ലക്ഷം രൂപയിൽ കൂടുതലും പോകും. കാരണം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ എല്ലാ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഫുഡുണ്ട്. പക്ഷെ ദൈവം അങ്ങ് നടത്തും. ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിൽ ദൈവം ഇടപെടും, ദൈവം നടത്തും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ആരുടെയും കാല് പിടിച്ചൊന്നും ചോദിക്കാറ്. ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞായിരുന്നു, എഴുത്തെഴുതുമ്പം വലിയ റിക്വസ്റ്റ് ചെയ്ത് എഴുതണ്ട, പ്രേരണയുള്ളവർ എന്തെങ്കിലും ചെയ്യട്ടെ, മനസ്സുള്ളവർ, അത്രേ ഉള്ളൂ. ചില ആളുകൾക്ക് ഇതിനൊന്നും മനസ്സില്ല. ചില ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങളിങ്ങനെ തോപ്പിച്ചു കളയുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ദൈവിക കാര്യങ്ങളിൽ ആരെങ്കിലും തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അവരവർ മാത്രമേ തോക്കത്തുള്ളൂ. നിങ്ങൾ വളരെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവിക കാര്യങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ശുശ്രൂഷ പരിചയത്തിൽ. പാസ്റ്റർ ശക്തമായി ഒന്ന് പ്രസംഗിച്ചാൽ പാസ്റ്ററോട് സാമ്പത്തിക കൂട്ടായ്മ നടത്താത്ത ആളുകളെ എനിക്കറിയാം. പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചു, ഇനി ആ പാസ്റ്റർ പോയിട്ടല്ലാതെ ഞാൻ സഭയിലോ സഭയുടെ കാര്യങ്ങൾക്കോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്ന ആളുകളെ എനിക്കറിയാം. പക്ഷെ നമ്മളറിയണം, ദൈവം അവരെ എങ്ങനെയെങ്കിലും പോറ്റും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന സ്തോത്രം, ഇവരുടെ ജീവിതത്തിൽ ഇവർ മനസ്സിലാക്കിയേക്കുന്ന, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം എരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ആര് ഭയപ്പെടുകയല്ല? നാം ഭയപ്പെടുകയല്ല. അവിടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവം എന്നെ നടത്തും. എല്ലാവരും ഒന്ന് ഏറ്റെടുത്ത്, ദൈവം എന്നെ അങ്ങ് നടത്തും, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തും. സ്തോത്രം. അങ്ങനെ ഒന്ന് വിശ്വസിച്ച്, ഹല്ലേലൂയ. എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാം നടത്തും, ദൈവം നടത്തും. ബലഹീനരായിരിക്കുന്ന സഹോദരിമാരെ ദൈവം വിടുവിക്കും. പ്രാർത്ഥിക്കുന്നവരുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. അത് നമ്മളൊന്ന് വിശ്വസിക്കണം. അത് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരണം, നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരണമെന്ന് നമ്മൾ ദൈവത്തോട് പറയണം. ദൈവത്തോട് പറയണം, നിന്റെ കരം എൻ്റെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെട്ട് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നാം ചെയ്യുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനിടയായിത്തീരും. നമ്മുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസമാണ്. സ്തോത്രം, ഹല്ലേലൂയ. 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകം 1600 വർഷം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം വേദപുസ്തകം എഴുതിയ ആളും അവസാനം വേദപുസ്തകം എഴുതിയ ആളും തമ്മിൽ 1600 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇവരാരും തമ്മിൽ നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ ഇത് എഴുതിയേക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാം ഒരാൾ എഴുതിയതുപോലെ തോന്നും. കാരണം എന്താണെന്നറിയാമോ?
ഇതിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് വ്യാപരിച്ചെഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഇത് വ്യാപരിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ. നമ്മൾ ഈ നദികളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതും തോട്ടത്തിൽ നദി ഉണ്ടായിരുന്നു. സ്തോത്രം. അത് തോട്ടത്തെ നനച്ചുകൊണ്ടിരുന്നു. നദിയുടെ അനുഭവം എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇത് പരിശുദ്ധാത്മാവിനായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, കാരണം അതിന്റെ വേരെന്ത് ചെയ്യാണ്? വെള്ളത്തിലേക്ക് ചെല്ലുക. അതിന്റെ വേര് വെള്ളത്തിലേക്ക് ചെല്ലുക. സ്തോത്രം. ഹല്ലേലൂയ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. നമ്മള് ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവിക പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം എല്ലാം നമ്മൾ ദൈവത്തോട് പറഞ്ഞങ്ങ് ചെയ്യുവാണെങ്കിലല്ലോ നമ്മുടെ വേര് എവിടാ നിൽക്കുന്നേ? ഹല്ലേലൂയ. നമ്മുടെ വേര് ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ, ദൈവവുമായിട്ടൊരു ബന്ധത്തിൽ. സ്തോത്രം. നമ്മുടെ വേര് മറ്റുള്ളിടത്തേക്കും മറ്റു മനുഷ്യരിലേക്കും ആശ്രയിച്ചാൽ, സ്തോത്രം, നമ്മൾ വിഷമിച്ചു പോകും. ഹല്ലേലൂയ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 1-ാം സങ്കീർത്തനം, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്നലെ മാസയോഗത്തിൽ ഞാൻ ചോദിച്ചായിരുന്നു, രാവിലെ വേദപുസ്തകം വായിച്ച പിള്ളേർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചായിരുന്നു. വലിയവരുടെ കാര്യം ചോദിച്ചില്ല, വലിയവരുടെ കാര്യം ചോദിപ്പിച്ചില്ല. പിള്ളേർ 10-20 പിള്ളേരുണ്ടായിരുന്നു. അവരെ കൊണ്ട് കൈ പൊക്കി വെച്ചപ്പോൾ 2-3 കൈയെ പൊക്കിയുള്ളൂ. ഏതാ വേദപുസ്തകം? നമുക്കിപ്പോ വേദപുസ്തകത്തെക്കാൾ വലുത് എന്തുവാ? പഠനപുസ്തകമാണ്. പുസ്തകത്തെക്കാളിൽ വലുത്, സ്തോത്രം, പഠന കാര്യങ്ങളും കാര്യങ്ങളുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഇപ്പൊ കുഞ്ഞുങ്ങളെ ഒന്ന് സ്കൂളിൽ ചേർക്കണമെങ്കിൽ, വലിയ സ്കൂളിൽ കയറണമെങ്കിൽ ഡൊണേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡൊണേഷനാണ്. 1 ലക്ഷം കൊടുക്കേണ്ടതുണ്ട്. ബാംഗ്ലൂരൊക്കെ 10 ലക്ഷം രൂപ കൊടുത്താലേ LKG പഠിക്കുന്ന വയറ്റിൽ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ സീറ്റ് ബുക്ക് ചെയ്യുകയാണ്. കാരണം അല്ലെങ്കിൽ കിട്ടത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥാനത്ത് എത്തണമെന്നൊരു ആഗ്രഹം, ഉന്നതമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നാം എന്ത് ചെയ്യുക? ആ കാര്യം ചെയ്യുക. എന്നാൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞ നിത്യജീവനല്ലേ? കുഞ്ഞ് പഠിച്ച് വലുതായി വലിയ ഡോക്ടറായി എല്ലാം ആയി കഴിഞ്ഞേച്ച് ആ കുഞ്ഞ് നരകത്തിൽ പോയി നിത്യതയോളം അവസാനമില്ലാതെ പോലെ നരകത്തിൽ പോകുന്നതാണോ നല്ലത്? അതോ ഇതിനോടൊപ്പം ദൈവിക കാര്യങ്ങളെ പഠിപ്പിച്ച് എന്നേക്കും നിത്യതയിലേക്ക് പോകുന്നതാണോ വലുത്? ഹല്ലേലൂയ. നിത്യതയാ ഏറ്റവും വലുത് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങള്, സ്തോത്രം, എന്താ ഒരു മനുഷ്യന് നേടാൻ പറ്റുന്നത്? ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടിയാൽ ന്യായമായിട്ട് ഒരു വീട് വെക്കാം, ഒരു വണ്ടി വാങ്ങിക്കാം, അങ്ങനെ ഉള്ള ഒരു അത്യാവശ്യ കാര്യങ്ങളെ നടക്കത്തുള്ളൂ. ഒരുത്തൻ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എല്ലാം അത്രേ നടക്കത്തുള്ളൂ. അതിൽ കൂടുതൽ കാര്യമൊന്നും നടക്കത്തില്ല. പിന്നെ വലിയ വലിയ ആളുകൾ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവർക്കാണ് പണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്തവർക്കൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ, സ്തോത്രം, കർത്താവുമായിട്ടൊരു ബന്ധമാണെങ്കിൽ അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ പണക്കാരായിട്ടുണ്ടായിരുന്നവർ തീരെ ചുരുക്കമാണ്. ലൂക്കോസ് വൈദ്യനായിരുന്നു. ലൂക്കോസ് വൈദ്യനാണേലും പുള്ളി കർത്താവിൻ്റെ ആ അനുഭവം മനസ്സിലാക്കിയപ്പോൾ, സ്തോത്രം, പൗലോസിനോട് കൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം പണം സമ്പാദിക്കാൻ പോയില്ല. മത്തായി ചുങ്കക്കാരനായിരുന്നു, എന്ന് വെച്ചാൽ ടാക്സ് കളക്ടറായിരുന്നു, സെയിൽസ് ടാക്സ് ഓഫീസിലായിരുന്നു പുള്ളിയുടെ ജോലി. പക്ഷേ കർത്താവിനെ വിട്ടു കഴിഞ്ഞപ്പോൾ, പിൻകറ്റി കഴിഞ്ഞപ്പം അതെല്ലാം എന്ത് ചെയ്തു? വിട്ടു. സ്തോത്രം. പത്രോസിന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് എത്ര ആയിരുന്നെന്ന് അറിയാമോ? നില്ല്. നിങ്ങൾ ഒന്ന് സന്തോഷത്തോടെ ഇരുന്നേ. പത്രോസിന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് നില്ല. എന്നുവെച്ചാൽ ഇല്ല. എന്താ കാര്യം? കരം കൊടുക്കാനുള്ള കാശ് പോലും അവൻ്റെ കയ്യിൽ ഇല്ല. സ്തോത്രം. കരം കൊടുക്കാനുള്ള കാശ് പോലും അവൻ്റെ കയ്യിലില്ല. കരം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ കർത്താവിൻ്റെ കാര്യം, ആ കർത്താവിനും കൊടുക്കേണ്ടത് എന്താണ്?
ഞാൻ ഇന്നലെ സാം പ്രസംഗിച്ചപ്പോഴാണ് അതിൻ്റെ ക്ലിക്ക് ആയത് എനിക്ക്. കാര്യം നമ്മളിങ്ങനെ വായിപ്പോകും. ഒരാൾ കൊടുക്കേണ്ട കരമെന്ന് പറഞ്ഞാൽ ദ്വിദ്രഹ്മപ്പണമാണ്. എന്നു വെച്ചാൽ നമ്മുടെ 2 കാശെന്നങ്ങ് ഓർത്താൽ മതി. പക്ഷേ കർത്താവ് ഇവനോട് ചൂണ്ടയിടാൻ പറഞ്ഞപ്പം ആ ചൂണ്ടയുടെ വല, അതിൻ്റെ മർമ്മം ഒന്ന് മനസ്സിലാക്കണേ. ചൂണ്ടയിൽ കുടുങ്ങിയ വീടിൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു അറിയാം? ചതുർദ്രഹ്മം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവിനും പത്രോസിനും കൂടെ നിങ്ങൾക്ക് മനസ്സിലായ കർത്താവിനും പത്രോസിനും കൂടി കൊടുക്കാനുള്ളത്. ചൂണ്ടയിടാൻ പറഞ്ഞപ്പോൾ കർത്താവ് അവനെ പറഞ്ഞു വിട്ടപ്പോൾ കർത്താവിന് വേണ്ടിയുള്ളത് മാത്രം കൊടുക്കാനല്ല ചൂണ്ട കൊടുത്തത്. മനസ്സിലായവരൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം നോക്കിയാൽ നിന്റെ കാര്യം കൂടെ ഉള്ള കാര്യം ദൈവം എന്ത് ചെയ്യും? നോക്കും. ഇപ്പൊ മനസ്സിലായോ? കാര്യം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്നലെ സാമ അവിടെ പ്രസംഗിച്ചപ്പോഴാണ് ചതുദ്രഹ്മയായിരുന്നു നിന്റെ വായിലുണ്ടായിരുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു എനിക്ക് നിനക്ക് ഉള്ള പോയി കൊടുക്കാൻ. അവര് ഈ ദ്വിദ്രഹ്മ 2 ഇതാണ് ചോദിക്കുന്ന ഒരാൾക്ക്. അപ്പൊ നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ നോക്കിയാൽ കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കാര്യം കൂടെ അങ്ങ് നോക്കിക്കോളൂ. അപ്പോൾ ഈ നദി, ആ നദിയുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. കർത്താവുമായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന് പുതിയ യെരൂശലേം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നദിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം. ഹല്ലേലൂയ. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും. ജീവജല നദി. എനിക്കിത് വായിച്ചപ്പോ അങ്ങനെ തോന്നിയത്. ആത്മാവിൽ ഘോരകൂത്രന്മാർക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തൊരു കാര്യമുണ്ട്. അവിടെ നിന്നൊരു ജീവജല നദി പുറപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ജീവജല നദി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മരിക്കുകയില്ല. ജീവജലം, ജീവൻ തരുന്നത്. കർത്താവ് ശബരിയാക്കാരോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്നവൻ ഒന്നും ചെയ്യല, ദാഹിക്കത്തില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ജീവജല നദി പുതിയ യെരൂശലേം കൂടെ ഒഴുകുക. സ്തോത്രം. ഇതൊക്കെ ഒന്ന് ഭാവന കണ്ടേ. നമുക്ക് ഈ ലോകത്തിലെ പല കാര്യങ്ങളും ഭാവന കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഈ ലോകത്തില്. എന്നാൽ ഇതെല്ലാം ഭാവന കാണുന്നുണ്ടോ ആരെങ്കിലും? നമ്മൾ ദൈവരാജ്യത്തിൽ ചെല്ലുന്നതും ജീവജല നദി അതിലൂടെ ഒഴുകുന്നതും, സ്തോത്രം, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നതും. പുതിയ ആകാശവും പുതിയ ഭൂമി ഉണ്ടാകുമ്പോൾ ഈ ഭൂമി ഇന്നുള്ളത് ആരുടെ ഓർമ്മ വരികയില്ലെന്ന് യെശയ്യാവ് പറഞ്ഞേക്കുന്നത്. പുതിയ അനുഭവമാണ്. ഇന്നുള്ള നമ്മുടെ റബ്ബറും മാഞ്ചിയവും ജാതിയും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളിങ്ങനെ ആശ്രയിച്ചിരിക്കുന്നതല്ലേ. ഇതൊന്നും നമ്മുടെ ഓർമ്മയിലേക്ക് വരികയല്ല, പുതിയതാണ്. കർത്താവ് പറയും, ഞാൻ എല്ലാം പുതുതായി തീർത്തിരിക്കുക. അപ്പൊ ഈ ജീവജല നദി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകുന്നുണ്ട്. ജീവജല നദി. സ്തോത്രം. അതൊന്ന് വായിച്ചേ. സ്തോത്രം. പോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. നദിക്ക് ഇക്കരെയും അക്കരെയും എന്തുണ്ട്? ജീവവൃക്ഷമുണ്ട്. സ്തോത്രം. ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം. നദിക്ക് ഇക്കരെയും അക്കരെയും. അതൊന്ന് ഭാവന കണ്ടേ. ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഭാവന കാണാതെ, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഭാവന കാണാതെ, സ്തോത്രം, മറ്റു കാര്യങ്ങളൊന്ന് ഭാവന കാണണം. നമ്മൾ ഈ ലോകത്തിലെ കാര്യം മാത്രം ഭാവന കണ്ടുകൊണ്ടിരുന്നാൽ, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് കുറെ കാലമായി പ്രായമായി വയ്യാതെയൊക്കെ ആകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിക്കണം. നമ്മൾ എത്ര കരുതിയവരാണെന്ന് പറഞ്ഞാലും, എത്ര ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, സ്തോത്രം, ഹല്ലേലൂയ, കുറെ കഴിയുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. നമ്മളെ ആരും മൈൻഡ് ചെയ്യാതെ വരും. ആരുടെ കുഴപ്പമില്ല, പിള്ളേർക്ക് സമയമില്ല, പിള്ളേർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. പിന്നെ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അവർക്ക് അവരുടെ മക്കളോടാണ് കാര്യം, അല്ലാതെ മാതാപിതാക്കളോടല്ല കാര്യം. അവരുടെ മക്കളോട് കരുതുന്ന കാര്യം മാതാപിതാക്കളോട് കരുതുമോ?
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ തന്നെ അങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ബോൺവിറ്റായിട്ട് പാല് കൊടുക്കുമ്പോൾ അപ്പനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. ആ ബോൺവിറ്റായിട്ട് ഇതിൻ്റെ രുചിയെങ്കിലും ഒന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബോൺവിറ്റായും ഹോർലിക്സും ഒക്കെ ഇട്ട് പാല് കൊടുക്കും. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്നാൽ ഈ മാതാപിതാക്കൾക്ക് ഒരു സ്പൂണെങ്കിലും അതിന്റെ ടേസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെയാണെന്നെങ്കിലും അറിയാൻ കൊടുക്കുമോ? കൊടുക്കത്തില്ല. ഒത്തിരി ആളുകൾ എനിക്ക് പരിചയമുണ്ട്. സ്തോത്രം. അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തരുന്ന കാര്യം എന്ത് ചെയ്യല, മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യത്തില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ തിരിച്ചെന്ത് ചെയ്യും? നമ്മളോട് വളർത്തും. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളോടാ കാര്യം. ഹല്ലേലൂയ. തീരെ ദൈവകൃപയുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഭാഗ്യം ലഭിക്കത്തുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ പാലായി വിട്ടിരുന്ന അച്ഛൻ്റെ ഭാര്യ മരിച്ചു. ആ ശവടക്കൊക്കെ നമ്മളാ പോയി നടത്തിയത്. അപ്പോൾ ഇന്നലെ അവരിവിടെ വന്നായിരുന്നു. അപ്പോൾ ആ മരുമോള് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പപ്പ ഞങ്ങൾ ഇവിടെ നിർത്തത്തില്ല, ഞങ്ങളങ്ങ് UK കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ പപ്പ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, മരുമോളാ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മോനല്ല പറഞ്ഞേ, അവൾ MSc നേഴ്സാണ്. MSc നേഴ്സായിട്ട് പോലും അവളുടെ അമ്മായിയപ്പനോട് അവർ പറയാം ഞങ്ങളുടെ പപ്പയെ. അതൊരു നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമല്ലേ. ചിലയിടത്ത് ഭർത്താക്കന്മാരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം, എടി പപ്പയെ നമുക്ക് കൊണ്ടുവന്നാലോ? അപ്പോൾ പറ്റത്തില്ല. പപ്പയും കൊണ്ടുവന്നാലോ? പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്ക് മാത്രമേ ഈ ഭാഗ്യം ലഭിക്കത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും വലുത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ ഇന്നും രാവിലെ ചിന്തിച്ചു, കുറെ വർഷം കഴിയുമ്പോൾ നമ്മളിവിടെ ഇല്ല. അതിന്റെ ടൈം ദൈവത്തിനെ അറിയത്തുള്ളൂ. നമ്മൾ കുറെ വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇല്ല പ്രിയമുള്ളവര്. ഇനി അധികം ഇല്ല. നമുക്ക് ചുരുക്കകാലത്ത് ഫെബ്രുവരി തീരാൻ പോവാ, 16 തീരാൻ പോവാ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാ പാട്ടുകാരൻ പറഞ്ഞത്, എന്റെ ചക്രം ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഓടിക്കൊണ്ടിരിക്കുക. ആ രഥത്തിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാനത് പറയുന്നില്ല, പറഞ്ഞാൽ എല്ലാവർക്കും ഫീലാവും. ആ രഥത്തിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അതിവേഗം ഓടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതിവേഗം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. ആ വെളിപ്പാട് പുസ്തകം വായിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. മാസം തോറും അതതിന്റെ ഫലം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. സ്തോത്രം. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ മാസം തോറും അതതിന്റെ 12 വിധ ഫലമാണ് കായ്ക്കുന്നത്. ദൈവം ചെയ്യുന്നതെല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത്. ഈ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് മാങ്ങയോടൊരു ഇഷ്ടമാണ്. മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഇഷ്ടം പോകുന്നു. ചക്ക ഉണ്ടാകാതിരിക്കുമ്പോൾ ചക്കയോട് നമുക്ക് ഇഷ്ടമാണ്. ചക്ക കുറെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുക. ഈ ആപ്പിൾ തോട്ടമുള്ള ആളുകളെ നമ്മൾ TV കണ്ടിട്ടുണ്ട്. എന്തോരം ആപ്പിളാണ് പൊഴിഞ്ഞു കിടക്കുന്നത്. അവരാരെങ്കിലും നോക്കുന്നുണ്ടോ? സ്തോത്രം. എന്നിട്ട് കുറെ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മടുക്കും. നമ്മുടെ കർത്താവ് ചെയ്യുന്ന എല്ലാം ജ്ഞാനത്തോടെയാണ്. 12 തരം ഫലങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഫലമെന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പണ്ട് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. അതുണ്ടാകുമ്പോൾ മുതൽ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിക്കണേ. വേദശാസ്ത്രയുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അടുത്തത് പറയുന്നത്. നിങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചേക്കണം. നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ അത് പറയും, വെളിപ്പാട് വരുമ്പോൾ. വേദശാസ്ത്രയുടെ ഇടയിൽ ഉള്ളൊരു സംശയമാണ്. അവിടെ ഈ ജീവവൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉപയോഗിക്കുന്നു. കൊല്ലം മനസ്സിലായോ? ഈ പുതിയ യെരൂശലേമിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു കൂട്ടം ജനത്തെ ദൈവം നിർത്തിയിട്ടുണ്ട്. ജാതികളായി, ദൈവസഭയായിട്ടല്ല, ദൈവമക്കളുടെ ഗണത്തിലല്ല. സ്തോത്രം. അല്ലാതെ
സ്തോത്രം. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലെങ്ങും ഒതുങ്ങത്തില്ല. എന്ന് വെച്ചാൽ ഈ ഭൂമിയെല്ലാം മാറി ഇത് ചുട്ടഴിഞ്ഞു, പുതിയ അനുഭവം വന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. അതിനുശേഷവും ആരുണ്ടെന്നാ പറഞ്ഞേ? ഇതൊന്നും നമ്മളിതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനുശേഷവും ദൈവവും ഒരു കൂട്ടം ആളുകളെ ജാതികളായി വേർതിരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ജാതി എന്ന് പറയുമ്പോൾ വേറൊരു ചിന്താഗതി വേണ്ട. ദൈവസഭയുടെ അംഗങ്ങൾ അല്ലാതെ ദൈവത്തിൻ്റെ മക്കളായിട്ടല്ലാതെ, സ്തോത്രം, അതൊക്കെ വലിയൊരു ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവുമാണ്. താഴോട്ട് സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു. ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. സൈന്യങ്ങളുടെ യഹോവ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഇടയ്ക്ക് കർത്താവിനോട് ചോദിക്കണം, കർത്താവേ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്ന്. സ്തോത്രം. നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കണം. മോശ ഒരിക്കൽ പറയുന്നുണ്ട്, നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്, അയക്കരുത്. നീ എന്നോട് കൂടെ പോരണം. കർത്താവിൻ്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, നമ്മൾ ഒത്തിരി ഇതായിട്ടല്ല, കർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നവരാകണം. അതെങ്കിൽ ഈ സഭായോഗത്തിൽ ഒരു ഇതായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ മനോമുഖരത്തിൽ എന്തോരം കാര്യങ്ങളാണ് ഓടുന്നത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ചിന്തയിൽ കൂടെ കാര്യങ്ങൾ എന്തോരമാണ് പോകുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ അതിവേഗം, പ്രകാശത്തിന്റെ വേഗത്തെക്കാളും വേഗം സഞ്ചരിക്കുന്ന നമ്മുടെ ചിന്ത. കാരണം നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അമേരിക്കയിലെ കാര്യം, ഓസ്ട്രേലിയയിലെ കാര്യം, അവിടുത്തെ കാര്യവും, ചന്ദ്രനേക്കാളും സൗരയൂഥത്തിലുള്ള കാര്യവും, അവിടുത്തെ വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നാണ് പറഞ്ഞ സൗരയൂഥത്തിൽ, ആ കാര്യവും നമുക്ക് ഈ സെക്കൻഡിൽ തന്നെ എന്ത് ചെയ്യാം, ചിന്തിക്കാം. പ്രകാശത്തെക്കാളും വേഗതയില്ല നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. മൊത്തം കറക്കുവാ പ്രിയമുള്ളവര്, മൊത്തം എല്ലാം കിടന്ന് കറങ്ങുക. നമ്മളും പക്ഷെ ഇതിനകത്ത് നേരെ ഇങ്ങനെ നിൽക്കുക. സ്തോത്രം. ഞാൻ നല്ല ഓർപ്പിച്ചതാണ്. ഹല്ലേലൂയ. ഭൂമി ഇങ്ങനെ അതിന്റെ അച്ചുതണ്ടിൽ വട്ടം കറങ്ങുന്നത് 1 മണിക്കൂർ 1600 കിലോമീറ്റർ വേഗതയില്ല. അത് സൂര്യനെ ചുറ്റുന്നത് 1,00,000 കിലോമീറ്റർ വേഗതയില്ല ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയും കറങ്ങുന്നുണ്ട്, വട്ടവും കറങ്ങുന്നുണ്ട്, നീളത്തിൽ ഓടുന്നുമുണ്ട്. പിന്നെ ഈ പ്രപഞ്ച ഗാലക്സി മുഴുവനും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവം തമ്പുരാൻ നമുക്കൊരു തലകറക്കം പോലും വരുത്താതെ നമ്മൾ ഇവിടെ നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ജ്ഞാനമൊന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ഇവിടെ എന്താ വായിച്ചത്? സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ ദുർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹായം, നമ്മുടെ ആശ്രയം, നമ്മുടെ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ ഒന്നും നടക്കത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യരിൽ ആശ്രയിക്കരുത് കേട്ടോ, ഒന്നിലും ആശ്രയിക്കരുത്. ഞാൻ അമേരിക്ക, വിദേശ രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയമാണ്. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയമാണ്. അവരോട് ഒന്നും ചോദിക്കരുതെന്നാണ് പറയുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴും പറയും, പിള്ളേരെ ഒന്നും പറയരുത് കേട്ടോ, ഭയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൽ നമ്മൾ ആശ്രയമാകുക. അവനാ നമുക്ക് സഹായം, അവനാ നമ്മളെ സഹായം. ഹല്ലേലൂയ. അവൻ നമ്മുടെ ദുർഗമാകുന്നു. അടുത്ത്, വരുവിൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും. ഭൂമിയുടെ ഭയങ്കര ശൂന്യത വരാൻ പോവുക. സ്തോത്രം. ഇവിടെ അടുത്ത് പറയാണ്, ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ എന്ത് ചെയ്യും. ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ രീതിയിലാണ് നിൽക്കുന്നത്. ഇറാനെ ഇപ്പൊ അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് അമേരിക്ക, ഇസ്രായേല് എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഏത് സമയം യുദ്ധം ഉണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ ആസാമിൽ ഒരു റോഡിൽ ഫ്ലൈറ്റ് ഇറക്കി.
അത് അവരെ ഇറക്കി. കാരണം റോഡിൽ വാഹനം പോകുന്ന ഇതിൽ അവിടെ എയർപോർട്ടില്ല. എന്തിനാണെന്നറിയാമോ? ചൈനയെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞങ്ങളുടെ എയർപോർട്ടിലേലും വിമാനം ഇറങ്ങാനുള്ള സംവിധാനമാണ് ആസാമിൽ ഈ നമ്മുടെ മറ്റു രാജ്യങ്ങൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ വിമാനം, അതായത് യുദ്ധവിമാനം ഇറങ്ങണമെങ്കിൽ 2 വശത്തും ട്രാഫിക് നിർത്തും, കിലോമീറ്ററുകൾ ട്രാഫിക് നിർത്തും. എന്നിട്ട് പട്ടാളക്കാർ ഇറങ്ങാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാം യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. എല്ലായിടത്തും യുദ്ധങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. നമ്മൾ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു, സ്തോത്രം, ഇസ്രായേലിൽ ഒരു കാര്യം കണ്ടുപിടിച്ചേക്കുക. അതിൻ്റെ പേര് ദാവീദിന്റെ കവടി എന്നാണ്. ദാവീദിന്റെ കവടി. ദാവീദിന്റെ കവടി ഇട്ടപ്പോൾ തന്നെ ഗോലിയാത്ത് വന്നപ്പോൾ ആ ചെറിയ കവടി കൊണ്ട് അവൻ അതിനെ വീഴ്ത്തി. കാരണം ഒന്നും അവരുടെ നേരെ അടുക്കാതിരിക്കാൻ വേണ്ടി അവർ പുതിയത് കണ്ടുപിടിക്കുക. സ്തോത്രം, യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ കണ്ടുപിടിക്കുക. എന്നാ ദൈവത്തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഭൂമിയുടെ അറ്റം വരെ എന്ത് ചെയ്യും? യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യും. അവിടെ വായിച്ചേ, ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ചു, രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാത്തിനും ദൈവം ഓടിക്കും. രഥങ്ങളെ നമ്മൾ നോക്കണേ. നമ്മൾ വീട്ടിൽ കലഹമുള്ള കുടുംബങ്ങളുണ്ട്. ഈ വീട്ടിൽ കലഹമുള്ള കുടുംബങ്ങൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഇതെല്ലാം നിർത്തൽ ചെയ്യും. നിങ്ങൾ നിർത്തിയില്ലേ, ദൈവത്തിന് അറിയാൻ നിർത്തേണ്ടത് എങ്ങനെയാണ്, എവിടെയാ തൊടേണ്ടതെന്നുള്ളത് ദൈവത്തിനറിയാം. അതുകൊണ്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം അത് നിർത്തൽ ചെയ്യും. നിങ്ങൾ നിർത്തിയില്ലേ, ദൈവത്തിന് നിർത്താൻ എന്താ പരിപാടി എന്നറിയാം. ദൈവം അത് നിർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനത്തോടെ നമ്മുടെ വീടുകളിൽ താമസിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും കയറി ഇടപെട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറയാനെങ്കിലും പറ്റും. നിങ്ങൾ വീടുകളിൽ ആവശ്യമില്ലാത്ത കലകം. നമുക്ക് ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ തോന്നി, ഞങ്ങൾ ഇഷ്ടം പോലെ പറയാനുണ്ട്. പക്ഷെ എന്തോ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്ത് ചെയ്തിട്ടാണ് പറയേണ്ടത് എല്ലാം നമുക്കങ്ങ് ഫീൽ ചെയ്യുക. സ്തോത്രം. അതുകൊണ്ട് ദൈവം ഇതെല്ലാം നിർത്തൽ ചെയ്യാൻ പോവുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒരു വാക്കുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത്. മറ്റുള്ളവരെ പ്രകോപിക്കുന്ന രീതിയിലുള്ള വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ സമാധാനം കെടുത്തുന്ന യാതൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഇച്ചിരി സാമ്പത്തികം കുറവാ, ഇച്ചിരി കറി കുറവാ, ഏതെങ്കിലും കാര്യം കുറവാണെങ്കിൽ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അറിയായ്മയുടെ കാലത്ത് നമ്മൾ പലതും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വചനമെല്ലാം കൂടെ കേട്ട് നമ്മുടെ തലയിലോട്ട് കയറിയിട്ടും നമ്മൾ ഇതൊന്നും അനുസരിക്കാതിരുന്നാൽ എന്നാ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, കലഹമാകുന്നതിന് മുമ്പ് തർക്കം എന്ത് ചെയ്യുക? നിർത്തിക്കളയുക. കലഹമാകുന്നതിന് മുമ്പ് തർക്കം നിർത്തിക്കളയണം. ഹല്ലേലൂയ. തർക്കം നിർത്തിക്കളയണം. ഹല്ലേലൂയ. കലഹം വരുന്നതിന് മുമ്പ് തർക്കം നിർത്തണം. സ്തോത്രം. ഇല്ലെങ്കിൽ ദൈവം തമ്പുരാൻ നിർത്തും. കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കുറെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്താലും ദൈവം ഇതെല്ലാം നിർത്തൽ ചെയ്യും. പ്രിയമുള്ളവരെ, സ്തോത്രം. അടുത്തത് വായിക്കുകയാണ്, മിണ്ടാതിരുന്ന്. അതൊന്നും ചെയ്യാൻ പറ്റുമോ? മിണ്ടാതിരുന്ന്. ചിലയിടങ്ങളിൽ മിണ്ടാതിരിക്കണം. മിണ്ടാതിരിക്കേണ്ടിടത്താണ് മിണ്ടാതിരിക്കേണ്ടത്. മിണ്ടേണ്ടടുത്ത് നമ്മൾ മിണ്ടണം. പാസ്റ്റർ പ്രസംഗിച്ചില്ലേ, മിണ്ടാതിരുന്ന് ദൈവം എന്നറിയാം. അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും കയറി വരുമ്പം കഥ തുറന്നു വെച്ച് ഞാൻ മിണ്ടാതെ പോയാൽ പ്രശ്നം തീർന്നില്ല. പാസ്റ്റർ അങ്ങനല്ലേ പ്രസംഗിച്ചത്? മിണ്ടേണ്ടടുത്ത് നമ്മൾ മിണ്ടണം. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മൾ ആരെങ്കിലുമായിട്ടൊരു വൈരാഗ്യത്തിലെ വാശിയിൽ ഇരിക്കുകയാണെങ്കിലും നമ്മളൊന്ന് ശരിക്ക് പിന്നെ അവരെ ഒന്ന് കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ആ പ്രശ്നം തീരാൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മളെ തട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ, അവരെ നമ്മളൊന്ന് പുഞ്ചിരിച്ചാൽ മതി ആ ഭാഗത്ത് തീരാൻ. നമ്മളോട് വഴക്കായിരിക്കുന്ന ആളുകളോട് സുഖമായിട്ടിരിക്കുന്നതെന്ന് വെറുതെ ചിലപ്പം അവരോട് ചോദിച്ചാൽ അവർ ചീത്ത വിളിക്കും, അത് സാരമില്ല. പക്ഷെ നീ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നം കുറയും. പ്രശ്നം എന്ത് ചെയ്യും?
കുറയും. ഹല്ലേലൂയ. പ്രശ്നം കുറയും. സ്തോത്രം. അതുകൊണ്ട് മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരിക്കണം, മിണ്ടേണ്ടിടത്ത് മിണ്ടണം. ഹല്ലേലൂയ. മിണ്ടേണ്ടിടത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഈ പ്രായമുള്ളവരോട് നമ്മളൊന്ന് മിണ്ടണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാർട്ടൂൺ പോലുള്ള ഇത് കണ്ടു. ഒരു പെങ്കൊച്ച് എപ്പോഴും അമ്മയെ മാത്രമേ വിളിക്കത്തുള്ളൂ, എപ്പോഴും അമ്മയെ വിളിക്കത്തുള്ളൂ. അവളുടെ ഭർത്താവ് ഒരു ദിവസം അവളോട് ചോദിച്ചു, നീ പപ്പയെ വിളിക്കാറില്ലേ എന്ന് ചോദിച്ചു. ഓ, പപ്പയെ വിളിക്കാറില്ല, പപ്പ മമ്മിയെ വിളിക്കുമ്പം മമ്മി വിവരം എന്ത് ചെയ്തോളൂ, പറഞ്ഞോളൂ. ഈ അപ്പനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മോടെ കാര്യം അറിയാൻ വേണ്ടി ഒരിക്കലും വിളിക്കത്തില്ല. അപ്പോൾ അവൻ, ഈ ഭർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ അപ്പൻ ചെറുപ്പത്തിൽ മുതൽ കഷ്ടപ്പെട്ട് നിന്റെ ഈ രക്തം ഓടുന്നത് അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്, അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്. അമ്മ അദ്ദേഹം ഉണ്ടാക്കി കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തത് ആക്കി അടിച്ച് അമ്മ നിനക്ക് തന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ അപ്പനെ വിളിക്കണമെന്ന് അവളുടെ ഭർത്താവ് അവളോട് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇതൊക്കെ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. അന്നേരമാണ് അവർക്ക് ബോധം വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. അപ്പോൾ ഒന്ന് വിളിക്കുമ്പോഴോ, ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഇവിടെ വായിച്ചത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയണം. ചില കാര്യങ്ങളിൽ നമ്മൾ മിണ്ടണം. ഹല്ലേലൂയ. മിണ്ടേണ്ടിയെടുത്ത് നമ്മൾ മിണ്ടണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, താഴോട്ട് വായിച്ച് അവസാനിപ്പിച്ചേ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാണ്. ആര് ദൈവത്തെ തോൽപ്പിക്കാന്ന് വിചാരിച്ചാലും ദൈവം തോക്കത്തില്ല കേട്ടോ. ജാതികളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും? ഉന്നതനാകും. സ്തോത്രം. ഉന്നതനാകും ഞാൻ ജാതികളുടെ ഇടയിൽ. നമ്മളെ ഇവിടെ പടക്കമെറിയുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തതാണ്. പഞ്ചായത്തിലെ ഒരു മെമ്പർ ഇന്നലെ മെസ്സേജ് ഇട്ട് ഞാൻ കാണിച്ചായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കിടുമുറി എബനേസർ ഹാളിൽ എന്തോ നടക്കുന്നെന്ന്, ഗ്രാമസഭ കിടുമുറി എബനേസർ ഹാളിൽ എന്നും പറഞ്ഞ്. അപ്പം നമ്മളെ പടക്ക് എറിഞ്ഞവരാന്ന് ഓർക്കാൻ. ഇതാ പറഞ്ഞ ജാതികളുടെ ഇടയിൽ. ഇനിയിപ്പോൾ ഈ വരുന്ന ആളുകൾ എന്തോട്ടോ, ഇന്ന് പാസ്റ്റർ എവിടെയാണ്, നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും അവരെന്നെ പറയുന്നത് ഇന്ന് പാസ്റ്റർ എവിടെയാണ്, ഗ്രമോളിലാട്ടോ. ആളെന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇതൊന്നും നമ്മൾ ആർക്കും അതിന് കൊടുക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എന്താ പറയുന്നത്, ഞാൻ ജാതികളുടെ ഇടയിൽ. ഇവിടെ വരുന്ന ആളുകൾ ആരെങ്കിലും രക്ഷപ്പെട്ടു പോകുമോ? നിങ്ങൾ ന്യായവിധി ദിവസത്തിൽ അവരോട് ദൈവം ചോദിക്കത്തില്ലേ, നിങ്ങൾ സത്യത്തിലും ആത്മാവിനെ ആരാധിക്കുന്ന സഭയിൽ ചെന്നതല്ലേ? ചോദിക്കത്തില്ലേ? ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നമ്മൾ അന്വേഷിച്ചു പോകും. ഇപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള കാര്യം പറയുന്നവരാണ് നമ്മൾ ദൈവമക്കളും ദൈവദാസന്മാരും. ആ രക്ഷപ്പെടണമെങ്കിൽ സ്തോത്രം. പത്രോസിനോട് ആളുകൾ ചോദിക്കുക, സഹോദരന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അത് ചോദിക്കേണ്ട ചുമതല അവർക്കുള്ളതാ. സ്തോത്രം. അത് ചോദിക്കേണ്ട ചുമതല അവർക്കുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ആരെല്ലാം വന്നിട്ടുണ്ട്, എത്ര നേതാക്കന്മാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാം എവിടെ വന്നത്? പെന്തക്കോസ്ത് ഹോളിൽ വന്നത്. എന്നിട്ട് ഈ സത്യം അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി അടുത്തൊരു കാര്യം വരട്ടെ. നമ്മുടെ പെന്തക്കോസ്തുകാരെ അപമാനിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഗ്രൂപ്പിലും ഇതിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നേ. നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിച്ച് പോയാൽ മതി. അതുണ്ടാക്കുന്നവരുണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. സ്തോത്രം. ബാംഗ്ലൂർ എം എ വർഗീസ് പാസ്റ്റർ പരസ്യവും നടത്തുന്നവരെ പരസ്യമായിട്ട് അപമാനിക്കുക. കാരണം പുള്ളി 3 നോട്ടെണ്ണുന്ന മെഷീനുണ്ട് പുള്ളിക്ക്. നോട്ട് സ്വോത്രകാഴ്ച എണ്ണുന്നത് എണ്ണാൻ ഇരുന്നെണ്ണയ 2-3 ദിവസം എടുക്കുന്നു അവിടെ വീടുന്ന സ്വോത്രകാഴ്ച. അതുകൊണ്ട് മെഷീനകത്തോട്ട് വെച്ചാൽ എണ്ണുന്നത്. അത് 3 മെഷീൻ. അതുപോലെ ഉള്ളവർ സാധാ പാവപ്പെട്ട ആളുകൾ പരസ്യവും നടത്തുന്നവരെ കളിപ്പിക്കുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ കാര്യമില്ല. എന്നിട്ട് ആ മനുഷ്യനെ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ പണം അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എല്ലാത്തോടും പുച്ഛമായി. നല്ല ശുശ്രൂഷയുള്ളൊരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഇന്നലെ ഭാഷയോത്തിൽ ഓർപ്പിച്ചതുപോലെ അവിടെയുള്ള വിശ്വാസികൾ, നാട്ടുകാർ, അവിടെയുള്ളവരെല്ലാം നാട്ടിലൊക്കെ അവർക്ക് സഭാംഗത്വം ഉള്ളവരാണ്. ഇവരിപ്പോൾ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്യുകയും സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടെ പോയി ഇപ്പോൾ ആരാധിക്കുന്നത്. പിന്നെ അവിടെ സെറ്റിലായിരിക്കുന്ന കുറേ ആളുകളുണ്ട്. സ്തോത്രം. കാരണം അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പണം അതുപോലെ, സാഹചര്യം അതുപോലെ എല്ലാം വന്നു കഴിയുമ്പോൾ
സ്തോത്രം. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട കാര്യമുണ്ട്? ആനപ്പുറത്ത് നമുക്ക് മനസ്സിലായില്ല. ആനപ്പുറത്തിരിക്കുന്നവന് പട്ടിയെ പേടിക്കേണ്ട കാര്യം, അവൻ ആനയുടെ പുറത്തായിരിക്കുന്നത്. ആ ഒരു അനുഭവമാണ് ഇന്ന് ആത്മീയ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൊണ്ട് നമ്മൾ ഭാരപ്പെടുത്തിയ കാര്യമില്ല. സ്തോത്രം. ഏത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഗ്രൂപ്പിലും ഒക്കെ ഒരുത്തം പെന്തക്കോസി വന്നിട്ട് തിരിച്ചു പോയി അവന് ഡിപ്രഷൻ ഉണ്ടായത് പെന്തക്കോസി പോയിട്ടാന്ന് പറഞ്ഞ് ഇപ്പോൾ അതങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് നമ്മളിത് ചെയ്യേണ്ട കാര്യമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പെന്തക്കോസി പോയിട്ട് പിന്മാറി പോയിട്ട് പെന്തക്കോസുകാർക്കെതിരായി പറയുന്ന ഒത്തിരി പേരുണ്ട്. അവരെ ഒന്ന് ഓർത്ത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഇവരെ ആരെയും കണ്ടല്ല വിശ്വാസത്തിൽ വന്നത്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു ദൃഷ്ടി പ്രകാശിപ്പിച്ചു. സത്യം നമ്മളെ ദൈവം മനസ്സിലാക്കിച്ചു. ഒരു നേതാവിനെയും പറയും വെക്കേണ്ട. നമുക്ക് ഒരേ ഒരു നേതാവേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മുടെ നേതാവ്. ഒരു രാഷ്ട്രീയ നേതാവും അല്ല നമ്മുടെ നേതാവ്. നമ്മുടെ നേതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മൾ ഒരു പാർട്ടിക്കും വേണ്ടി ജയ് വിളിക്കാൻ പോകരുത്. ഇപ്പൊ MLA വേണം, MP വേണമെന്ന് പറഞ്ഞു ഇതാ ഉണ്ടായിക്കോട്ടെ. പക്ഷെ നമ്മൾ ആർക്കും ജയ് വിളിക്കാൻ പോകരുത്. നമ്മുടെ എല്ലാ നാവും കർത്താവ് വാഴ്ത്തി പാടണം. എല്ലാ മുഴങ്ങാലും യേശുവിന്റെ സന്നിധിയിൽ മടങ്ങും. അവനല്ലാതെ നമ്മൾ ജയ് വിളിക്കാൻ പോകരുത് കേട്ടോ. നമ്മൾ ജയ് വിളിക്കാൻ പോകരുത്. ഈ പാർട്ടിക്കാർ ഏത് പാർട്ടിയാണെങ്കിലും നമ്മളോടൊന്നും ഒരു കടപ്പാടുമില്ല. ആരോടും ആർക്കും കടപ്പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കും. ആർക്കും ആരോടും കടപ്പാടില്ല. ഏതവനെയും കരിയാപ്പല പോലെ എടുത്തു കളയും, രാഷ്ട്രീയത്തിലാണെങ്കിലും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. നാം അവനോട് ചേർന്നില്ല, അവൻ നമ്മെ സഹായിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.